ഓൺലൈൻ ഡിഗ്രി എടുക്കുന്ന കാൻഡിഡേറ്റ്സ് ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 3 വർഷം കംപ്ലീറ്റ്ലി വേസ്റ്റ് ആകും. കാരണം പല സ്റ്റുഡൻസും അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത്. ലൈക്ക് GCC കൺട്രീസിൽ അറ്റസ്റ്റേഷൻ കിട്ടുമോ, ഗവൺമെൻറ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അറ്റൻഡൻസ് കമ്പൽസറി ആണോ എന്നൊക്കെ. ഈ ഫാക്ടേഴ്സൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഹലോ എവ്രിവൺ, വെൽക്കം ടു ക്യാമ്പസ് ഫേസ്. നമ്മുടെ അടുത്ത് ഓൺലൈൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുറച്ച് സ്റ്റുഡൻസ് ചോദിക്കുന്ന കോമൺ ഡൗട്ട്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ മേജർ ഡൗട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ കോമേഴ്സ് പഠിച്ച സ്റ്റുഡൻറ്റിന് ഓൺലൈനായിട്ട് ഏത് കോഴ്സ് എടുക്കുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCom ചൂസ് ചെയ്യാം. അല്ല മാനേജ്മെൻറ്റ് റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ജോബ്സ് ഒക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാം. അല്ല IT ഫീൽഡിലോട്ടുള്ള എൻട്രി ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCA ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യാം. സോ കമ്പ്യൂട്ടർ കോമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് ഒരുപാട് ഡിഗ്രീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അടുത്ത ഒരു കോമൺ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ GCC കൺട്രീസിൽ അറ്റസ്റ്റേഷൻ കിട്ടുമോ എന്നുള്ളതാണ്. ബേസിക്കലി നിങ്ങൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്താലും നിങ്ങൾക്ക് GCC അറ്റസ്റ്റേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അറ്റസ്റ്റേഷൻ പോളിസീസ് ഉണ്ടല്ലോ, അത് കൺട്രീസ് ബൈ കൺട്രീസ് ചേഞ്ച് ആകും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ അക്രഡിഷൻസും റെക്കഗ്നൈസേഷനും അഫിലിയേഷനും ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യുക. പിന്നീട് കുറേ അധികം കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് BBA ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ, ഏത് യൂണിവേഴ്സിറ്റി ആയിരിക്കും BBA എടുക്കാൻ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ BBA നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസും കറൻ്റ്ലി ഇപ്പോൾ BBA ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇത് പഠിക്കാനുള്ളൊരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് UGC അപ്രൂവലും യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷനും ലേണിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് സപ്പോർട്ട് ഈ ഫാക്ടേഴ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളൊരു ഡിഗ്രി എടുത്താൽ അതൊരു വാലിഡ് ഡിഗ്രി ആയിരിക്കും. പിന്നീട് നമുക്ക് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഓൺലൈൻ ഡിഗ്രി പഠിച്ചാൽ ഗവൺമെൻറ് കോമ്പറ്റീറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്താൽ നിങ്ങൾക്ക് ഗവൺമെൻറ് എക്സാംസ് ലൈക്ക് PSC UPSC SSC ബാങ്കിങ് എക്സാംസ് ഇതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ ജനറലി നിങ്ങൾ എലിജിബിൾ ആണ്. എന്നിരുന്നാൽ പോലും ഓരോ എക്സാംസിനും കൊടുത്തിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നീട് നമുക്ക് മോസ്റ്റ് കോമൺലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൺലൈൻ ഡിഗ്രിയിൽ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണോ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റെഗുലർ ഡിഗ്രി പോലെ അറ്റൻഡൻസ് സിസ്റ്റം ഓൺലൈനിൽ അത്ര സ്ട്രിക്റ്റ് അല്ല. നിങ്ങൾക്ക് മോസ്റ്റ്ലി റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ചില യൂണിവേഴ്സിറ്റിയിൽ അറ്റൻഡൻസും റെക്കോർഡ് സബ്മിഷനും ഒക്കെ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ. പിന്നീട് കോഴ്സ് സ്ട്രക്ചറിനെ പറ്റിയിട്ടും ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാകുന്നത് ബെറ്റർ ആയിരിക്കും. ഫൈനലി ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ് ഓൺലൈൻ ഡിഗ്രിക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത്. റെഗുലർ ഡിഗ്രി പോലെ നിങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രിക്ക് ഏജ് ലിമിറ്റ്സ് ഒന്നും വരുന്നില്ല. 18 വയസ്സുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും 30-40 വയസ്സുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോഴ്സസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഓൺലൈൻ ഡിഗ്രിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും. സോ ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മെയിൻലി നോക്കേണ്ട ഒരു കാര്യമാണ് അവർ ചൂസ് ചെയ്ത യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ സിറ്റുവേഷനും ആവശ്യത്തിനും ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സും യൂണിവേഴ്സിറ്റിയും ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സും അത് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയും ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.